പണ്ടുകാലത്തെ ബുക്കുകളും അതുപോലെ തന്നെ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുടെ ശവസംസ്കാര രീതികളും ഒക്കെ നമ്മളോട് എന്ത് പറയുന്നു, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം എന്നതാണ് ഈ ചാപ്റ്റർ 4 CBSE 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 4 നമ്മൾ നോക്കാൻ പോകുന്നത്. മേരിയുടെ കഥയോടെയാണ് തുടങ്ങുന്നത്. മേരി ഇൻ ദ ലൈബ്രറി. As the bell rang, the teacher asked the students to follow him. ബെല്ലടിച്ചു. അപ്പോൾ ടീച്ചർ അദ്ദേഹത്തെ പിന്തുടരാൻ പറഞ്ഞു, ഫോളോ ചെയ്യാനായിട്ട് കുട്ടികളോട് പറഞ്ഞു. ബിക്കോസ് ദേ വർ ഗോയിങ് ടു ദ ലൈബ്രറി ഫോർ ദ ഫസ്റ്റ് ടൈം. അവർ ലൈബ്രറിയിലോട്ട് സ്കൂളിലെ ലൈബ്രറിയിലോട്ട് ഫസ്റ്റ് ടൈമായിട്ട് പോകുമായിരുന്നു. വെൻ മേരി സ്റ്റെപ്ഡ് ഇൻസൈഡ്, ലൈബ്രറിയിലോട്ട് കയറിയപ്പോൾ ഷി ഫൗണ്ട് ദാറ്റ് ദ ലൈബ്രറി വാസ് മച്ച് ലാർജർ ദാൻ ദെയർ ക്ലാസ് റൂമിനെക്കാട്ടിലും ഒരുപാട് വലുപ്പമുള്ള ഒരു ലൈബ്രറി ആയിരുന്നു. ആൻഡ് there were many shelves, ഒരുപാട് ഷെൽഫുകളുണ്ടായിരുന്നു. ആൻഡ് ഫുൾ ഓഫ് ബുക്സ്, എല്ലാം ഫുൾ ബുക്സ് കൊണ്ട് നിറഞ്ഞിരുന്നു. ഇൻ വൺ കോർണർ വാസ് എ കബോർഡ് ഫിൽഡ് വിത്ത് ലാർജ് ഓൾഡ് വോള്യൂംസ്. ഒരുപാട് പഴയ വോള്യൂംസ് ഉള്ള വലിയ ബുക്കുകൾ ഒരു കോർണറിൽ ഒരു ഷെൽഫിലുണ്ടായിരുന്നു. ആൻഡ് സീയിങ് trying to open the cupboard, teacher said, മേരി ആ കബോർഡ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു, ദാറ്റ് കബോർഡ് ഹാസ് വെരി സ്പെഷ്യൽ ബുക്സ് ഓൺ ഡിഫറെൻറ്റ് റിലീജിയൻസ്. ആ കബോർഡിൽ പല ബുക്കുകളുണ്ട്, വെരി സ്പെഷ്യൽ ബുക്സുകളുണ്ട്. ഡിഫറെൻറ്റ് റിലീജിയൻസിനെ കുറിച്ചുള്ള എഴുതിയിരിക്കുന്ന പല ബുക്കുകളുമുണ്ട്. ആൻഡ് ഡു യു നോ ദാറ്റ് വി ഹാവ് എ സെറ്റ് ഓഫ് വേദാസ്? നിനക്കറിയുമോ നമുക്കൊരു സെറ്റ് ഓഫ് വേദങ്ങളുടെ ബുക്കുകളുണ്ട് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുകയാണ് ടീച്ചർ. വാട്ട് ആർ വേദാസ്? എന്താണ് വേദങ്ങൾ? ആൻഡ് മേരി വണ്ടേർഡ്. മേരി ആശ്ചര്യപ്പെട്ടു. ലെറ്റ് us ഫൈൻഡ് ഔട്ട്. നമുക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലിറ്റററി സോഴ്സസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലിറ്റററി സോഴ്സസ് എന്ന് പറഞ്ഞാൽ എഴുതിയ സോഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു മേ ഹാവ് ഹേർഡ് അബൌട്ട് ദ വേദാസ്. വേദാസിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണാം. ദർ ആർ 4 ഓഫ് ദം. 4 വേദങ്ങളുണ്ട്. ഋഗ്വേദ, സാമവേദ, യജുർവേദ ആൻഡ് അഥർവവേദ. ഇങ്ങനെ 4 വേദങ്ങളാണ്. ദ ഓൾഡസ്റ്റ് വേദ ഈസ് ഋഗ്വേദ. ഋഗ്വേദയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, കമ്പോസ്ഡ് അബൌട്ട് 3500 years ago. 3500 വർഷം മുമ്പ് എഴുതിയ ഋഗ്വേദയാണ് ഏറ്റവും ഓൾഡസ്റ്റ് വേദ. ദ ഋഗ്വേദ ഇൻക്ലൂഡ്സ് മോർ ദാൻ 1000 hymns കോൾഡ് സൂക്ത. സൂക്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെൽ സെഡ് എന്നാണ്. അങ്ങനെ thousands of hymns അല്ലെങ്കിൽ thousands of സൂക്തങ്ങൾ അതിലുണ്ട്. These hymns are in praise of various gods and goddesses. പല ദൈവങ്ങളെക്കുറിച്ച് ഉള്ള അവരെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള ഈ സൂക്തങ്ങളായിരുന്നു അതിലുള്ളത്. 3 gods are especially important. 3 ദൈവങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അവരെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിരുന്നത്. അഗ്നിയെക്കുറിച്ച്, ദ ഗോഡ് ഓഫ് ഫയർ, തീയുടെ ദൈവം. ഇന്ദ്ര, വാരിയർ ഗോഡാണ്. സോമ, പ്ലാന്റ് ഫ്രം വിച്ച് സ്പെഷ്യൽ ഡ്രിങ്ക് വാസ് പ്രിപ്പയർഡ്. ഇത് ഇങ്ങനെയുള്ള 3 ദൈവങ്ങളെക്കുറിച്ചാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദീസ് ഹൈംസ് വർ കമ്പോസ്ഡ് ബൈ സേജസ്, ഋഷികൾ അല്ലെങ്കിൽ സേജസ്. അവരാണ് ഇതെല്ലാം കമ്പോസ് ചെയ്തത്, ഈ വേദം അല്ലെങ്കിൽ ഈ ഹൈംസ് അല്ലെങ്കിൽ സൂക്തങ്ങൾ എഴുതിയത്. പ്രീസ്റ്റ് taught students to recite and memorize each syllable, word and sentence, bit by bit, with great care. വളരെ സൂക്ഷ്മതയോടെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന പ്രീസ്റ്റ് അത് വായിപ്പിക്കുകയും മെമ്മറൈസ് ചെയ്യിപ്പിക്കുകയും ഓരോ വേർഡ് ബൈ വേർഡ്, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ്, ബിറ്റ് ബൈ ബിറ്റ് വളരെ കെയറോടെ അത് പഠിപ്പിക്കുകയായിരുന്നു. മോസ്റ്റ് ഹൈംസ് വെർ കമ്പോസ്ഡ്, ടോട്ട് ആൻഡ് ലേൺഡ് ബൈ മെൻ. ഈ സൂക്തങ്ങളെല്ലാം കൂടുതലും എഴുതിയത് ആണുങ്ങളായിരുന്നു, പഠിപ്പിച്ചത് ആണുങ്ങളായിരുന്നു, അത് കമ്പോസ് ചെയ്തതും അത് പഠിച്ചതൊക്കെ ആണുങ്ങളായിരുന്നു. എ ഫ്യൂ വെർ കമ്പോസ്ഡ് ബൈ വിമൻ. സ്ത്രീകൾ വളരെ കുറച്ച്
അങ്ങനെയുള്ള ഹൈംസ് അല്ലെങ്കിൽ സൂക്തങ്ങൾ എഴുതിയിരുന്നു അല്ലെങ്കിൽ കമ്പോസ് ചെയ്തിരുന്നു. ഋഗ്വേദ ഈസ് എൻ ഓൾഡ് ഓർ വേദിക് സാൻസ്ക്രിറ്റ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ സാൻസ്ക്രിറ്റ് യു ലേൺ ഇൻ ദി സ്കൂൾ ദീസ് ഡേയ്സ്. ഇപ്പോൾ പഠിക്കുന്ന സംസ്കൃതം എന്നല്ല അന്ന് ആ ഓൾഡ് ഇതിൽ എഴുതിയിരിക്കുന്നത്, വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. സാൻസ്ക്രിറ്റ് ആൻഡ് അതർ ലാംഗ്വേജസ്, സംസ്കൃതവും മറ്റു ഭാഷകളെക്കുറിച്ച് പറയുന്നതിൽ സംസ്കൃത് ഈസ് എ പാർട്ട് ഓഫ് ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് സംസ്കൃത് എന്ന് പറയുന്നത്. ആസ് ഇൻഡോ യൂറോപ്യൻ നോൺ ആസ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് സംസ്കൃത്. സം ഇന്ത്യൻ ലാംഗ്വേജസ് സച്ച് ആസ് ആസാമീസ്, ഗുജറാത്തി, ഹിന്ദി, കാശ്മീരി ആൻഡ് സിന്ധി. അതുപോലെ തന്നെ ഏഷ്യൻ ലാംഗ്വേജസ് സച്ച് ആസ് പേർഷ്യൻ ആൻഡ് മെനി യൂറോപ്യൻ ലാംഗ്വേജസ് സച്ച് ആസ് ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഗ്രീക്ക്, ഇറ്റാലിയൻ, സ്പാനിഷ് ബിലോങ് ടു ദിസ് ഫാമിലി. ഈ ഭാഷകളൊക്കെ ഉള്ള ഒരു ഫാമിലി ഓഫ് ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ആണ് സംസ്കൃതം. They are called family because they originally had words in common. ചില വേർഡുകൾ ഇത് ഈ എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫാമിലി ആ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് മദർ, ഇത് സംസ്കൃതത്തിലാണ്, ഹിന്ദിയിലാണ്, മദർ ഇംഗ്ലീഷിൽ. ഇതെല്ലാം ഒരേ അമ്മയെയാണ് പറയുന്നത്. ഇതിൽ എല്ലാത്തിലും there are some similarities in common. Do you notice any similarities? Other languages used in the subcontinent belong to different families. മറ്റു ലാംഗ്വേജസ് പല ഡിഫറെൻറ്റ് ഫാമിലീസിൽ നിന്നുള്ളതായിരുന്നു, പല ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ആയിരുന്നു. ഫോർ ഇൻസ്റ്റൻസ്, those used in the northeast belong to ടിബറ്റോ-ബർമൻ ഫാമിലി. ടിബറ്റോ-ബർമൻ ഫാമിലിയിലുള്ള ലാംഗ്വേജ് ആയിരുന്നു ഈ നോർത്ത് ഈസ്റ്റിൽ ഉപയോഗിച്ചിരുന്നത്. ഈ ആസാമും അങ്ങനെയുള്ള ആ ഭാഗത്തുണ്ടല്ലോ, സിക്കിം, മണിപ്പൂർ, നാഗാലാൻഡ്, ആ ഭാഗത്ത് ടിബറ്റോ-ബർമൻ ഫാമിലി എന്നുള്ളത്. പിന്നെ തമിഴ്, തെലുഗു, കന്നഡ ആൻഡ് മലയാളം ബിലോങ് ടു ദ്രവിഡിയൻ ഫാമിലി എന്നാണ് ഈ ഭാഷകളൊക്കെ ഉള്ളത്. ആൻഡ് ലാംഗ്വേജസ് സ്പോക്കൺ ഇൻ ജാർഖണ്ഡ് ആൻഡ് പാർട്സ് ഓഫ് സെൻട്രൽ ഇന്ത്യ ബിലോങ് ടു ആസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലി. ജാർഖണ്ഡിലും അതുപോലെ തന്നെ സെൻട്രൽ ഇന്ത്യയിലൊക്കെ സംസാരിക്കുന്ന ഭാഷ ആസ്ട്രോ ഏഷ്യാറ്റിക് ഫാമിലിയിൽ നിന്നാണ്. ലിസ്റ്റ് ദ ലാംഗ്വേജസ് യു ഹാവ് ഹേർഡ് അബൌട്ട് ആൻഡ് ട്രൈ ആൻഡ് ഐഡൻറ്റിഫൈ ഫാമിലീസ് ടു വിച്ച് ദേ ബിലോങ്. ഏത് ഫാമിലിയിലായിരുന്നു നിങ്ങൾ കേട്ടിട്ടുള്ള ലാംഗ്വേജസ് ഏതൊക്കെയാണോ അത് ഏതൊക്കെ ഫാമിലിയിൽ നിന്നാണ് അതെന്ന് ലിസ്റ്റ് ചെയ്യാൻ പറയാണ്. ദി ബുക്സ് വി യൂസ് ആർ റിട്ടൺ ആൻഡ് പ്രിൻറ്റഡ്. നമ്മൾ ഉപയോഗിക്കുന്ന ബുക്കുകൾ റിട്ടൺ ആണ്, പ്രിൻറ്റഡ് ആണ്. ദ ഋഗ്വേദ വാസ് റിസൈറ്റഡ് ആൻഡ് ഹേർഡ് റാദർ ദാൻ റെഡ്. വായിക്കുന്നതിനെക്കാട്ടിലും അത് റിസൈറ്റ് ചെയ്യാൻ, ചൊല്ലുകയായിരുന്നു, കേൾക്കുകയായിരുന്നു ഋഗ്വേദ ചെയ്തിരുന്നത്. And it was written down several centuries after it was first composed. കമ്പോസ് ചെയ്ത, അതായത് ഉണ്ടാക്കിയ ആ സൂക്തങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, സെഞ്ച്വറീസ് കഴിഞ്ഞിട്ടാണ് അത് എഴുതിയത് ഫസ്റ്റ് ടൈം. ആൻഡ് പ്രിൻറ്റഡ് ലെസ് ദാൻ 200 years ago. ഈ 200 വർഷം മുമ്പാണ് ഇത് പ്രിൻറ്റ് ചെയ്തുള്ളത്. ഹൗ ഹിസ്റ്റോറിയൻസ് സ്റ്റഡി ദ ഋഗ്വേദ എങ്ങനെയാണ് ഹിസ്റ്റോറിയൻസ് സ്റ്റഡി ചെയ്തത്? Historians like archaeologists find out about the past. In addition to material remains, they examine written sources as well. മെറ്റീരിയൽസിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമല്ല അവർ സ്റ്റഡി ചെയ്തത് ആർക്കിയോളജിസ്റ്റ്. they studied even the written resources അവർ സ്റ്റഡി ചെയ്തു. ലെറ്റ് us see how they study ഋഗ്വേദ. എങ്ങനെയാണ് അവർ സ്റ്റഡി ചെയ്തതെന്ന്, ഋഗ്വേദയെ സ്റ്റഡി ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സം ഓഫ് ദ ഹൈംസ് ഇൻ ദി ഋഗ്വേദ ആർ ഇൻ ദ ഫോം ഓഫ് ഡയലോഗിൻ്റെ ഫോമിലായിരുന്നു ഋഗ്വേദയിലെ പല ഹൈംസും സൂക്തങ്ങളും. ആൻഡ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് വൺ സച്ച് ഹൈം, എ ഡയലോഗ് ബിറ്റ്വീൻ സേജ് നെയ്മഡ് വിശ്വാമിത്ര ആൻഡ് ടു റിവേഴ്സ്. വിശ്വാമിത്രയും രണ്ട് നദികളും തമ്മിലുള്ള ഒരു സംഭാഷണം, ഡയലോഗ്. അതായത് നദികൾ എന്ന് പറഞ്ഞാൽ ബിയാസും സത്ലജുമാണ്. ഈ വിശ്വാമിത്രനും ബിയാസ് നദിയും അതുപോലെ തന്നെ സത്ലജ് നദിയും തമ്മിലുള്ള ഒരു ഡയലോഗ് ഈ ഋഗ്വേദയിലുണ്ട്. ദാറ്റ് വർ വർഷിപ്ഡ് ആസ് ഗോഡസസ് ആയിട്ട് വർഷിപ്പ് ചെയ്തിരുന്ന നദികളായിരുന്നു ഈ രണ്ടെണ്ണം. വിശ്വാമിത്രനും ഈ നദികളും തമ്മിലുള്ള സംഭാഷണം നോക്കാം. ഫൈൻഡ് ദി റിവേഴ്സ് ഓൺ ദ മാപ്പ് 1, പേജ് 2 ആൻഡ് ദെൻ റീഡ് ഓൺ. ഇതാണ് ആ പേജ് 2 മാപ്പ് 1. ഇതിൽ നമ്മൾ കാണുന്നത് ഒരുപാട് നദികളെ നമുക്ക് കാണാം.
ഗംഗ കാണാം, ഇൻഡസ് കാണാം, അതിൻ്റെ ട്രിബ്യൂട്ടറീസ് കാണാം, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് കാണാം. ഓക്കെ, അങ്ങനെ പല നദികളെ ഇവിടെ കാവേരി നദി കാണാം. അങ്ങനെ ഒരുപാട് നദികൾ, കൃഷ്ണ നദി കാണാം. അങ്ങനെ ഒരുപാട് നദികളുള്ള ഒരു മാപ്പായിരുന്നു നമ്മൾ അതിൽ കണ്ടത്. വിശ്വാമിത്ര ആൻഡ് ദ റിവേഴ്സ്. ഋഗ്വേദയിൽ എഴുതിയിരിക്കുന്ന ഒരു ഡയലോഗാണ്. വിശ്വാമിത്ര പറയുന്നു, ഓ റിവേഴ്സ് കം ഡൗൺ ഫ്രം ദ മൗണ്ടെയിൻസ് ഇൻ ടു ടു സ്വിഫ്റ്റ് like two swift horses, like two shining cows, and that lick their calves. ഇത് ഇതൊരു ഡയലോഗാണ്. റിവേഴ്സിനോട് പറയാണ്, മൗണ്ടിൽ നിന്ന് താഴോട്ട് വരൂ, രണ്ട് ഹോഴ്സസിനെ പോലെ, ഷൈനിങ് കൗസിനെ പോലെ, തൻ്റെ കുഞ്ഞുങ്ങളെ നക്കിക്കൊണ്ടിരിക്കുന്ന കൗസിനെ പോലെ. You move like chariots to the sea through the power of Indra. രഥം സീയിലോട്ട് പോകുന്ന രഥത്തെ പോലെ, ഇന്ദ്രൻ്റെ ശക്തിയോടെ, അങ്ങനെയൊക്കെ പറഞ്ഞൊരു സാഹിത്യപരമായ ഒരു ഡയലോഗാണ്. യു ആർ ഫുൾ ഓഫ് വാട്ടർ ആൻഡ് വിഷ് ടു യുണൈറ്റ് വിത്ത് വൺ അനദർ. അപ്പോൾ റിവേഴ്സ് പറയാണ്, വി who are full of water, ഞങ്ങൾ ഫുൾ വെള്ളമാണ്. മൂവ് along the path the gods have made for us. ദൈവം ഉണ്ടാക്കിയ വഴികളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. once we start flowing we cannot be stopped. ഞങ്ങൾ ഒഴുകാൻ തുടങ്ങിയാൽ പിന്നെ ഞങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. why do you pray to us, O sage? ഋഷി, നിങ്ങളെന്തിനാണ് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നത്? വിശ്വാമിത്രം പറയാണ്, ഓ സിസ്റ്റേഴ്സ്, സഹോദരിമാരെ. റിവേഴ്സിനാണ് പറയണത്, പ്ലീസ് ലിസൺ ടു മീ, ഞാൻ പറയുന്നത് കേൾക്കൂ. ദ സിംഗർ ഹൂ ഹാസ് കം ഫ്രം എ ഡിസ്റ്റൻസ് വിത്ത് ഹിസ് ചാരിയോട്സ് ആൻഡ് കാർട്സ് ആൻഡ് ലെറ്റ് യുവർ വാട്ടർ നോട്ട് റൈസ് എബോവ് അവർ ആക്സിൽസ് സോ ദാറ്റ് വി ക്യാൻ ക്രോസ് സേഫ്ലി. ഞങ്ങളുടെ രഥത്തിൻ്റെ ആക്സിലിൻ്റെ മുകളിൽ വെള്ളം പൊങ്ങരുത്, ഞങ്ങളെ സേഫായിട്ട് ഈ റിവർ കടക്കാൻ സമ്മതിക്കണം. റിവേഴ്സ് പറയണത്, വി വിൽ ലിസൺ ടു യുവർ പ്രേയേഴ്സ് സോ ദാറ്റ് യു ക്യാൻ ക്രോസ് സേഫ്ലി. ഹിസ്റ്റോറിയൻസ് പോയിൻ്റ് ഔട്ട് ദാറ്റ് ദിസ് ഹൈം വാസ് കമ്പോസ്ഡ് ഇൻ ദ ഏരിയ വെയർ ദീസ് റിവേഴ്സ് ഫ്ലോ. ഈ റിവേഴ്സ് ഫ്ലോ ചെയ്യുന്ന, ഒഴുകുന്ന ആ സ്ഥലത്ത് വെച്ചായിരിക്കാം ഈ ഹൈംസ് അല്ലെങ്കിൽ സൂക്തങ്ങൾ എഴുതിയത്. They also suggest that the sage lived in a society where horses and cows were valued animals. ഹോഴ്സും കൗസും വാല്യൂഡ് ആയിട്ടുള്ള അനിമൽ ആയി കൺസിഡർ ചെയ്യുന്ന സൊസൈറ്റിയിലായിരിക്കാം ഈ ഋഷി അല്ലെങ്കിൽ ഈ സേജ് താമസിച്ചിരുന്നത്. ആൻഡ് ദിസ് ഈസ് വൈ ദ റിവേഴ്സ് ആർ കമ്പയർഡ് ടു ഹോഴ്സസ് ആൻഡ് കൗസ്. അതുകൊണ്ടായിരിക്കാം ഈ റിവേഴ്സിനെ ഹോഴ്സസും കൗസുമായിട്ട് കമ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഡു യു തിങ്ക് ചാരിയോട്സ് വെർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്? ഈ രഥങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗിവ് റീസൺ ഫോർ യുവർ ആൻസർ. റീഡ് ദ വേഴ്സസ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദി മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് ആർ മെൻഷൻഡ്. ഏതൊക്കെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അതർ റിവേഴ്സ്, എസ്പെഷ്യലി ദ ഇൻഡസ് and the other tributaries and the Saraswati are also named in the hymns. Ganga and Yamuna are named only once. Look at the map 1 and list 5 rivers that are mentioned in Rigveda. ഋഗ്വേദയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന 5 നദികൾ കണ്ടെത്തുക. ഇനി അടുത്തത് നമ്മൾ ഇതൊരു ബർച്ചിൽ പേജ് ഫ്രം ദ മാനുസ്ക്രിപ്റ്റ് ഓഫ് ഋഗ്വേദയുടെ ഒരു മാനുസ്ക്രിപ്റ്റാണ്, ഒരു പേജാണിത്. ദിസ് മാനുസ്ക്രിപ്റ്റ് ഓഫ് ഋഗ്വേദ ഓൺ ബിർച്ച് ട്രീൻ്റെ ബാർക്കിൽ, അതിൻ്റെ തൊലിയിൽ എഴുതിയിരിക്കുന്നതാണ്. ഫൗണ്ട് ഇൻ കാശ്മീർ about 150 years ago. It was used to prepare one of the earliest printed texts of Rigveda as well as an English translation. It is now preserved in the library of Pune. Pune മഹാരാഷ്ട്രയിലെ ലൈബ്രറിയിൽ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. Cattle, horses and chariots. There are many prayers in Rigveda for cattle, children, especially sons, and horses. കുട്ടികൾക്കും കാറ്റിലിനും കുറിച്ചെല്ലാം കുറേ പ്രേയേഴ്സ് ഋഗ്വേദത്തിലുണ്ട്. ആൻഡ് ഹോഴ്സസ് വെർ യോക്ക് ടു ചാരിയോട്സ്.
ദാറ്റ് were യൂസ്ഡ് ഇൻ ബാറ്റിൽസിൽ ഈ രഥത്തിൽ ഈ കുതിരകളെ കെട്ടി ഉപയോഗിച്ചിരുന്നു. വിച്ച് were fought to capture കാറ്റിലിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിടിക്കാനായിട്ടാണ് ഈ ബാറ്റിലുണ്ടായിരുന്നത്, യുദ്ധങ്ങളുണ്ടായിരുന്നത്. ബാറ്റിൽസ് were also fought for ലാൻഡിന് വേണ്ടിയുള്ള ബാറ്റിലുണ്ടായിരുന്നു. ആൻഡ് വിച്ച് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പാസ്ചർ, അതായത് ഈ കാറ്റിലിനെ പശുക്കളെ തീറ്റാൻ പാസ്ചർ വേണമായിരുന്നു, ഗ്രാസ് ലാൻഡ് വേണമായിരുന്നു. അതിനൊക്കെ വേണ്ടിയാണ് ഈ ബാറ്റിൽസ് നടന്നത്. ആൻഡ് ഗ്രോയിങ് ഹാർഡി ക്രോപ്സ് ഗ്രോ ചെയ്യാനായിട്ട് ദാറ്റ് റൈപ്പൻഡ് ക്വിക്ക്ലി, പെട്ടെന്ന് ഗ്രോ ചെയ്ത് മെച്ചുറായി കട്ട് ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള സച്ച് ആസ് ബാർലി പോലെയുള്ള ക്രോപ്സ് ഗ്രോ ചെയ്യാനായിട്ട് ലാൻഡ് വേണമായിരുന്നു. ദ ബാറ്റിൽസ് were fought for water and to capture people, വെള്ളത്തിന് വേണ്ടിയും ജനങ്ങളെ പിടിക്കാനും ഒക്കെ ആയിട്ടും ബാറ്റിൽസ് ഉണ്ടായിരുന്നു. Some of the wealth that was obtained was kept by the ലീഡേഴ്സ് ഈ ഇങ്ങനെ കിട്ടുന്ന വെൽത്ത് അവരുടെ അടുത്ത് തന്നെ വയ്ക്കും. സം വാസ് ഗിവൺ ടു ദ പ്രീസ്റ്റിന് കുറച്ച് കൊടുക്കും. ആൻഡ് ദ റെസ്റ്റ് വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പീപ്പിൾ, ജനങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. സം വെൽത്ത് വാസ് യൂസ്ഡ് ഫോർ ദ പെർഫോമൻസ് ഓഫ് യജ്ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ടും സാക്രിഫൈസസ് ബലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ആസ് ഓഫറിങ്സ് വെയർ മെയ്ഡ് ഇൻ ടു ദ ഫയറിലോട്ടിട്ട് ഗോഡിനുള്ള ഓഫറിംഗ് ആണത്. ദേ വർ മെൻറ്റ് ഫോർ ഗോഡ്സ് ആൻഡ് ഗോഡ്സിനും ഗോഡസസിന് വേണ്ടിയിട്ടുള്ള അവർക്ക് വേണ്ടി ബലി ആയിട്ട് ഫയറിലോട്ടിട്ട് യജ്ഞങ്ങൾ നടത്തുമായിരുന്നു. ഓഫറിങ്സ് കുഡ് ഇൻക്ലൂഡ് ഗീ, ഗ്രെയിൻ ആൻഡ് സം കേസസ്, അനിമൽസ്, ഇതെല്ലാം ഓഫറിംഗ് ആയിട്ട് ബലിയായിട്ട് കൊടുക്കുമായിരുന്നു. മോസ്റ്റ് മെൻ ടുക്ക് പാർട്ട് ഇൻ ദീസ് വാർസ്, മെജോറിറ്റി ഈ ആണുങ്ങൾ ഈ ഇങ്ങനെയുള്ള വാറിലൊക്കെ അവർ പങ്കെടുക്കും. ദർ വാസ് നോ റെഗുലറായ ഒരു ആർമിയൊന്നുമില്ല. ബട്ട് ദർ വാസ് അസംബ്ലീസ് വെയർ പീപ്പിൾ മെറ്റ് ആൻഡ് ഡിസ്കസ്ഡ് മാറ്റേഴ്സ് ഓഫ് വാർ ആൻഡ് പീസ്. വാറിനെ കുറിച്ചും പീസിനെ കുറിച്ചുമൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് അവർ ഒത്തുകൂടുമായിരുന്നു. അസംബ്ലീസ് ഉണ്ടായിരുന്നു അവരുടെ. ദേ ഓൾസോ ചൂസ് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യും. ഹു വർ ഓഫൻ ബ്രേവ് ആൻഡ് സ്കിൽഫുൾ വാരിയേഴ്സ്. ബ്രേവും സ്കിൽഫുൾ ആയിട്ടുള്ള വാരിയേഴ്സിനെ ലീഡേഴ്സായിട്ട് അവർ സെലക്ട് ചെയ്യായിരുന്നു. വേർഡ്സ് ടു ഡിസ്ക്രൈബ് പീപ്പിളിനെ, ജനങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ. ദർ വാസ് സെവറൽ വേസ് ഓഫ് ഡിസ്ക്രൈബിങ് പീപ്പിൾ ഇൻ ടേംസ് ഓഫ് ദ വർക്ക് ദേ ഡു. അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച്, അവരുടെ ലാംഗ്വേജ് ദേ സ്പീക്ക് അതിനനുസരിച്ച്, ആൻഡ് ദ പ്ലേസ് ദേ ബിലോങ് ടു, എവിടെ നിന്ന് വരുന്നു അതിനനുസരിച്ച്, അവരുടെ ഫാമിലിക്കനുസരിച്ച്, ദെയർ കമ്മ്യൂണിറ്റീസ് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസ്, അവരുടെ കമ്മ്യൂണിറ്റിയും അവരുടെ കൾച്ചറൽ പ്രാക്ടീസസ് അനുസരിച്ച് ആൾക്കാരെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്തിരുന്നു. ലെറ്റ് us see some of the words used to describe people found in the ഋഗ്വേദയിൽ എങ്ങനെയൊക്കെയാണ് ആൾക്കാരെ, മനുഷ്യരെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്, ക്ലാസിഫൈ ചെയ്തിരുന്നത്. ദർ ആർ 2 groups who were described in terms of their വർക്കിനനുസരിച്ച് 2 ഗ്രൂപ്പുകളായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. പ്രീസ്റ്റ്, സംടൈംസ് കോൾഡ് ബ്രാഹ്മിൻസ്, പ്രീസ്റ്റ് അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് എന്ന് അവരെ വിളിച്ചു. ഹു പെർഫോംഡ് വേരിയസ് റിച്വൽസ് പെർഫോം ചെയ്ത പ്രീസ്റ്റ് ഒരു കാറ്റഗറി. പിന്നെ അടുത്തത് രാജാസ് ആയിരുന്നു. പ്രീസ്റ്റും രാജാസുമാണ്. വർക്കിനനുസരിച്ച് 2 ഗ്രൂപ്പ്. ദ രാജാസ് വെർ നോട്ട് ലൈക്ക് ദ വൺ യു വിൽ ബി ലേണിംഗ് അബൌട്ട് ലേറ്റർ, ആൻഡ് ദേ ഡിഡ് നോട്ട് ഹാവ് ക്യാപിറ്റൽ സിറ്റീസോ പാലസസോ ആർമീസോ ഒന്നും ഉണ്ടായിരുന്നില്ല. നോർ ദേ ഡിഡ് ദേ കളക്ട് ടാക്സസും കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരല്ല. ജനറലി സൺസ് ഡിഡ് നോട്ട് ഓട്ടോമാറ്റിക്കലി സക്സീഡ് ഫാദേഴ്സ് ആസ് രാജാസ്. ഇത് എല്ലാ സണ്ണും രാജാവായി മാറിയിരുന്നില്ല. റീഡ് ദ പ്രീവിയസ് സെക്ഷൻ വൺസ് മോർ ആൻഡ് സീ വെദർ യു ക്യാൻ ഫൈൻഡ് ഔട്ട് വാട്ട് ദ രാജാസ് ഡിഡ്. രാജാവ് എന്തായിരുന്നു രാജാക്കന്മാർ ചെയ്തിരുന്നത്. And 2 words were used to describe the people or community as a whole. Community as a whole describe ചെയ്യാനായിട്ട് 2 വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. One was the word jana, which we still use in ഹിന്ദിയിൽ ഇപ്പോഴും ജനം എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്. ആൻഡ് അതർ ലാംഗ്വേജസ്, മറ്റു ലാംഗ്വേജസിലും ഇങ്ങനെ ജന എന്ന് പറയുന്നത് ജനങ്ങളെയാണ്. ദ അതർ വാസ് വിഷ്, ജനയും വിഷ്. ദ വേർഡ് വേശ്യ comes from wish.
ഈ വൈശ്യ എന്നുള്ള വേർഡ് വന്നത് വിഷ് എന്ന ഈ വേർഡിൽ നിന്നാണ്. യു വിൽ ലേൺ മോർ അബൌട്ട് ദിസ് ഇൻ ചാപ്റ്റർ 5. And several Vish or Jana are mentioned by name. So we find reference to Puru Jana or Puru Vish, the Bharata Jana or Vish, Yadu Jana or Vish, and so on. Do any of these names sound familiar? ഇതിലേതെങ്കിലും ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഈ പേരുകൾ? And sometimes the people who composed the hymns described themselves as Aryas. ഈ ഹൈംസ് കമ്പോസ് ചെയ്ത ആൾക്കാർ അവരെ തന്നെ സ്വയം ആര്യാസ് എന്നാണ് വിളിച്ചത്. ആൻഡ് കോൾ ദെയർ ഓപ്പോണൻസ് ആർ ആസ് ദാസാസ്യ ദസ്യൂസ്. അവരുടെ ഓപ്പണൻറ്റിനെ ദാസാസ് അല്ലെങ്കിൽ ദസ്യൂസ് എന്ന് വിളിച്ചു. ദീസ് വർ പീപ്പിൾ ഹൂ ഡിഡ് നോട്ട് പെർഫോം സാക്രിഫൈസസ്. ഈ ദാസാസ് എന്ന് പറയുന്നത് അവർ ബലിയൊന്നും അർപ്പിക്കുന്ന ആൾക്കാരായിരുന്നില്ല. പ്രോബബ്ലി സ്പോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ലേറ്റർ ദ ടേം ദാസ ആൻഡ് ദി ഫെമിനൈൻ ദാസനും ദാസിയും കെയിം ടു മീൻ സ്ലേവ്. ദാസൻ ദാസി എന്നൊക്കെ പറയും, ദാസി എന്നൊക്കെ പറയുന്നത് സ്ലേവിനെ ആണ്. സ്ലേവ്സ് വർ വിമൻ ആൻഡ് മെൻ who were often captured in war. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ് ഈ സ്ലേവ്സ്. they were treated as property of their owners. ഓണേഴ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഈ മനുഷ്യന്മാരെ, ഈ സ്ലേവ്സിനെ അവർ ട്രീറ്റ് ചെയ്യായിരുന്നു. who could make them to do whatever the work they wanted. അവരെന്ത് പണി പറഞ്ഞാലും ചെയ്യണം. and while the Rigveda was being composed in the northwest of the subcontinent, നോർത്ത് വെസ്റ്റിലുള്ള ആ ഭാഗത്തായിരുന്നു ഋഗ്വേദ ഡെവലപ്പ് ചെയ്തത്, കമ്പോസ് ചെയ്തത്. ദർ വർ അതർ ഡെവലപ്മെൻറ്റ്സ് എൽസ്വെയർ. മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ലെറ്റസ് ലുക്ക് അറ്റ് സം ഓഫ് ദീസ്. അതിന് മറ്റു പല ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് നമ്മൾ നെക്സ്റ്റിൽ ഹിസ്റ്ററി ഓഫ് മെഗാലിത്സ് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും കൂടി നോക്കാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്.